അപ്പോൾ കാറില്ലേ എന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 2015 മോഡൽ വാഗണർ LXയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഗണറിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ആണെന്ന് പറയാം. മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലല്ല അല്ലേ. അതുപോലെ തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, ഹൈറ്റ് കൂടിയ ആൾക്കാരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് കംഫർട്ടാണ് വണ്ടി അല്ലേ. ഇപ്പോൾ ചില വണ്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഒത്തിരി കുഴിക്കാത്ത നമ്മളിങ്ങനെ തലമൊക്കെ പിടിച്ച് പോകുന്ന ആ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഒരു വലിയ വണ്ടി, ഒരു SUV വണ്ടിയൊക്കെ ഓടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വണ്ടിയാണ് വാങ്ങുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വണ്ടി വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ നിൽക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും കിലോമീറ്റർ ആണ് 1 ലക്ഷം അടുത്ത കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വണ്ടിയുടെ ഹൈലൈറ്റ് പോയിന്റ് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും ടയർ വരുന്ന ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്, ബാക്കിൽ ഒരു എബോ 80% ടയർ വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജ്. LX വേരിയൻ്റ് കേട്ടോ വണ്ടി വരുന്നത്. LX വേരിയൻ്റ് വരുന്ന ഈ വണ്ടിക്ക് ഫ്രണ്ട് 2 പവർ വിൻഡോ ഉണ്ട്, അതുപോലെ AC ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്, പിന്നെ എക്സ്ട്രാ സീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ വേറെ കാണിച്ചു തരാം. അപ്പം ഇതാണ് വണ്ടിയുടെ ഒരു ഇന്റീരിയർ വരുന്നത് കേട്ടോ. അതായത് അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബ്ലാക്ക് ആണ്. അത്യാവശ്യം വണ്ടിയുടെ ആ ഒരു കളറുമായിട്ട് മാച്ച് ആകുന്ന ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ വാഗണർ വേണമെന്ന് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണും, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് നേരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കാഞ്ഞിരപ്പള്ളിക്ക് വരും.